ഞാൻ നിന്നോട് പറഞ്ഞത് നേരത്തെ ഇറങ്ങാന്ന്. ദേ നോക്കി, ഇനി എപ്പം നമ്മൾ അപ്പാർട്ട്മെന്റിലെത്താനാ? എടി, അതിന് എനിക്കറിയാമായിരുന്ന പാർട്ടി തീരാൻ എത്ര വൈകുന്ന്. എന്താടി, എന്താ പറ്റിയേ? നീ എന്തിനാ വണ്ടി നിർത്തിയേ? നീ ഒന്ന് റോഡ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയേ. എന്താടി, എന്താ അവിടെ? അവിടെ ഒരാൾ വീണെടുക്കുന്നു. ആ, ഞാൻ കണ്ടു. നീ ദയവ് ചെയ്ത് പറയരുത് നിനക്ക് അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. ഈ വഴി കിടക്കുന്ന വയ്യാവേലിയൊക്കെ ഇങ്ങനെ എടുത്ത് തലയിൽ വെച്ചാൽ ഇത് വലിയ പ്രശ്നമാവും. പിന്നെ എന്താടി നീ അങ്ങനെ പറഞ്ഞേ? നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ? അപ്പോൾ ഒരാളുടെ ജീവൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയില്ലേ? എൻ്റെ ജനിമോടല്ലേ, ഒന്ന് വാങ്ങി. ആ, വാ പോയി നോക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങുന്നു. ടേയ അയാളുടെ തോളിൽ തട്ടുന്നു. ഹലോ, ഓപ്പൺ യുവർ ഐസ്, ക്യാൻ യു ഹിയർ മീ? ഓ, ഭാഗ്യത്തിന്റെ ജീവനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇയാളോട് ഉപേക്ഷിച്ച് പോകുന്നത് നല്ലതെന്ന്. ഇത് നോക്കി, ദേഹത്ത് മൊത്തം മുറിവുകളാ. പോലീസ് കേസാവുന്ന തോന്നുന്നത്. സഹായിച്ച നമ്മളായിരിക്കും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അയാളുടെ ഫേസ് നോക്കി, കണ്ടിട്ടൊരു മാഫിയയുടെ ലുക്ക്. ചെനി, നീ ഒന്നും മിണ്ടാതിരിക്കോ? ബ്ലഡ് ഒരുപാട് പോയിക്കൊണ്ടിരിക്കുക. നീ പിടിക്ക്, നമുക്ക് ഇയാളെ കൊണ്ടുപോകാം. എവിടേക്ക്? ഹോസ്പിറ്റലിലേക്ക്, അല്ലാതെ എവിടേക്ക്? ടേയ, നീ എന്തൊക്കെയാ പറയുന്നേ? ഓ എന്റെ ജീനി, നീ ഒന്ന് മിണ്ടാതിരിക്കാണ്ട് പിടിക്കാൻ നോക്ക്. ഓ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവല്ലേ ടേയ? അയാളെ കണ്ടാൽ തന്നെ അറിയാം ഏതോ വണ്ടി തട്ടിയിട്ടിട്ട് പോയതാ. അപ്പൊ ഇതൊരു ആക്സിഡന്റ് കേസാ. ഇനിയിപ്പോ ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അയാൾക്ക് ഇതിന്റെ ബോധമില്ല. ഇയാൾ ഇനി കണ്ണു തുറക്കുമ്പോ നമ്മുടെ പേര് പറഞ്ഞാലോ നമ്മളെ ഇടിച്ചിട്ടേന്ന്. അയാൾ അങ്ങനെ പറയൂ? അപ്പൊ നമ്മളിനി എന്താ ചെയ്യാ? നിനക്ക് ഇയാളെ രക്ഷിച്ചാ പോരെ? നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അവർ എങ്ങനെയോ അയാളെ കാറിൽ കയറ്റി അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? അല്ല, അയാളെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോവാനാ? അയാൾക്കാണെങ്കിൽ ബോധം വന്നിട്ടില്ലല്ലോ. ഓ, അത് ശരിയാ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ പോണേ? ഞാനും ലീവ് എടുക്കാം. ബോധം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ചോദിച്ചറിയാമായിരുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല, പേഴ്സും ഇല്ല. ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ബോധം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തലയിടിച്ചതുകൊണ്ട് അയാളുടെ ബോധം പോയത്. പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ എങ്ങോട്ട് പോകുന്നു? അല്ല, അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? അതിന് ഏത് നേരം ഇങ്ങനെ നോക്കിയിരിക്കണമെന്നില്ല. വല്ല ഹാൻഡ്സം ഫേസ് ആണെങ്കിൽ നോക്കാമായിരുന്നു. ഇത് പിന്നെ ജെനി, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ ബ്യൂട്ടിയിലൊന്നും ഒരു കാര്യമില്ല. പോട്ടെ, നീ ഒന്ന് നിർത്തുവോ? എല്ലാവരും നിന്നെപ്പോലെ ഇരിക്കുവോ? ആ ആ ആ എൻ്റെ തല എന്ത് വേദനയാ. ഞാനിത് എവിടെയാ? അപ്പോഴാണ് ടേയ അവിടേക്ക് വന്നത്. ഓ, താൻ എഴുന്നേറ്റോ? അറിയോക്കെ? പക്ഷെ അയാളുടെ ശ്രദ്ധ ഇവിടെ ഒന്നുമല്ലായിരുന്നു, അത് അവളിലായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ ഇത്ര അടുത്ത് കാണുന്നത്. അത് മാത്രമല്ല, ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൻ തന്നെ അവനോട് ചോദിച്ചു, ഷീസ് ഹ്യൂമൺ ഓർ ഏഞ്ചൽ? ഹേ, ഹലോ, താൻ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? താനിത് ഏത് ലോകത്താ? ഞാൻ വിളിക്കുന്നത് താൻ കേൾക്കുന്നില്ലേ? അവൻ ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കുന്നു. താനിങ്ങനെ ശരീരം അനക്കല്ലേ, വേഗം കൂടും. പിന്നെ താനിവിടെ എങ്ങനെ എത്തിയെന്ന് തൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും പറയുന്നു. അല്ല, തനിക്ക് ശരിക്കും എന്താ പറ്റിയേ? തൻ്റെ പേരെന്താ? അങ്ങനെ അവൾ കുറെ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നു. പക്ഷെ അവൻ ഒന്നിനും തന്നെ മറുപടി പറഞ്ഞില്ല. എന്നാ ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാം. താൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ. അവൾ അവിടെ നിന്ന് പോകുന്നു. അവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. ഒരു ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാം അവസാനിച്ചു. ഞാൻ ഈ ലോകത്ത് തനിച്ചായി. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? അവൻ ഭിത്തിയിൽ കൈ ആഞ്ഞിടിക്കുന്നു. ഓ ഗോഡ്, താൻ എന്തേ കാണിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് ബോഡി അനക്കരുതെന്ന്. നോക്കി, ബ്ലഡ് വരുന്നത് കണ്ടാ? താൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ? അവൾ അവന്റെ മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നു. ഇതേ സമയം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവന്റെ അമ്മയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് അവനെ ഒരാൾ ഇത്രയും കെയർ ചെയ്യുന്നത്. കഴിഞ്ഞു. ഇനി താൻ ഇങ്ങനെയൊക്കെ ചെയ്യേ. എന്റെ ശരിക്കുന്നുള്ള സ്വഭാവം താൻ അറിയും. ഇനി താൻ ഫുഡ് കഴിക്കും. ഓ, ഞാൻ ഓർത്തില്ല, കൈ അങ്ങനെ ഇടിച്ചു വെച്ചേക്കുമല്ലേ. അങ്ങനെ ടേയ അവന് ഫുഡ് വാരിക്കൊടുക്കുന്നു. ഇനി ടാബ്ലറ്റ് കഴിക്കേ, ബോഡി പെയിൻ കുറയും. താനെന്നാ കിടന്നു.
എന്താ ജെനി, നീ അവനോട് സംസാരിച്ചോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് ഡീറ്റെയിൽസ് തരാമെന്ന് അവൻ പറഞ്ഞേ. ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം അയാളുടെ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. എന്ത് കോണ്ടാക്ട് ചെയ്യാൻ? അയാൾ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. അയാൾക്ക് പോവാനറിയാം. പിന്നെ നീ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചത്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ. അയാൾ ആരാന്ന് നമുക്ക് അറിഞ്ഞിരിക്കാലോ. ജെനി, അത് നീ ഒന്നും പറയണ്ട. എന്തായാലും അയാൾക്ക് ബോധം വന്നില്ല. പിന്നെ കാര്യമായിട്ടുള്ള മുറിവുകളും ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അയാളെ പറഞ്ഞു വിടണം നല്ലത്. ഇനിയും വൈകി അയാളുടെ ഫാമിലിയിൽ ആരെങ്കിലും അയാളെ കാണില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. പിന്നെ അവര് നമ്മളെ കണ്ടുപിടിക്കും. അയാൾക്കാണെങ്കിൽ ബോധം ഉണ്ടായിരുന്നില്ല. ഇനി നമ്മളെ ഇടിപ്പിച്ചിടെന്ന് പറഞ്ഞാലോ? അയാൾ അങ്ങനെ പറയോ? ഞാൻ ആരും കണ്ണടിച്ച് വിശ്വസിക്കല്ലേ ടയാ. ഇവിടെ തന്നെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും അയാൾ ആൻസർ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ കേട്ടാ മതി. ഈ പ്രപ്പോസലൊന്നും നടന്ന പിന്നെ ഞാൻ ആരാ? നോട്ടക്കാരൻ പിന്നെ ഈ സ്വത്തുക്കളുടെ ഒക്കെ അവകാശിയാവും. ഇത്ര വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണെന്ന് അറിയാം. ഇനി നീയായിരിക്കും ആ CEO പോസ്റ്റിൽ ഇരിക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളെപ്പോലെ ഈ സത്യനോട് ആർത്തിയൊന്നുമില്ല. പക്ഷെ ടയ, അവളെ എനിക്ക് വേണം. അവളെ ഇല്ല, നിങ്ങളീ ചെയ്യുന്നത് തെറ്റാ. ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. നമ്മൾ കഷ്ടപ്പാടിൽ നിന്ന് കരകയറ്റിയത് അവരാ. ദൈവത്തെ പോലെ കാണേണ്ട അവരോടാണ് നമ്മളിങ്ങനെ. ശരി, രക്ഷിച്ചു എന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കാനാണോ? നിനക്ക് പറ്റുമായിരിക്കും, എനിക്ക് കഴിയില്ല. എത്ര പ്ലാൻ ഇട്ടതാ, എല്ലാം ഫ്ലോപ്പായി. ഇല്ല, സക്സസ്ഫുൾ ആയി സ്റ്റെല്ലയുടെ കാര്യത്തിൽ. പക്ഷെ ജോൺ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഹലോ, ആരാ ഡാഡി വിളിച്ചേ? ഡാഡിയുടെ മുഖം എന്താകെ മാറിയേ? ആ ജോണാ, അവൻ നാളെ വരുന്നില്ലാന്ന്. അതെന്താ? ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന്. 2 വീക്ക് കഴിഞ്ഞ് വരുള്ളൂ എന്ന്. സാരമില്ല, ഒരു 2 വീക്കിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടി, എന്താ പറ്റിയേ? എന്താ നീ ആകെ മൂടിയായിട്ടിരിക്കുന്നത്? അപ്പം നാളെ വരില്ലാന്ന്, കുറച്ച് വർക്കും കൂടി തീർക്കാനുണ്ടെന്ന്, 2 വീക്ക് കഴിഞ്ഞ് വരുള്ളൂ എന്ന്. അതിനെന്തിനാ നീ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? എന്തായാലും 2 വീക്ക് കഴിഞ്ഞ് വരൂലേ, പിന്നെന്താ? പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ ഇതാണ് നല്ലത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, പപ്പ വന്നാൽ എന്തായാലും ഇങ്ങോട്ടേക്കായിരിക്കും ആദ്യം വരിക. അപ്പം ഇയാളെ കണ്ടാലോ, നമ്മൾ എന്ത് പറയും? അതിനെന്താ, നമ്മൾ നടന്ന കാര്യം പറഞ്ഞാൽ പോരെ? അത് ശരിയാ, പക്ഷെ പപ്പ മാത്രം വന്നാൽ നമുക്ക് പപ്പേനെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ കൂടെ ക്രിസ്റ്റിയും വന്നാലോ? എന്തായാലും പപ്പ ഇങ്ങോട്ട് ആദ്യം വരാമെന്ന് അവനറിയാം. അപ്പം അവൻ ഇങ്ങോട്ട് വന്നാലോ? നിന്നോടൊന്ന് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നവൻ അവൻ പന്നിക്കിടുന്നു. അപ്പം ഇയാളുടെ കാര്യം അറിഞ്ഞാലോ? നീ ഇയാളെ കെയർ ചെയ്തെന്നറിഞ്ഞാലോ? നമുക്ക് പ്രശ്നമില്ല, അയാൾക്കായിരിക്കും കുഴപ്പം. അത് ഞാൻ ഓർത്തില്ല. ക്രിസ്റ്റി അവൻ വളരെ ഡേഞ്ചറസാണ്. എന്ത് രസമല്ലേ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു കട്ടൻ ചായയും പരിപ്പുവടയും കിട്ടിയിരുന്നെങ്കിൽ സ്വർഗം കാണാം. അതെ, പക്ഷെ കട്ടൻ ചായ ഉണ്ട്, പരിപ്പുവടയില്ല. എടാ, എന്നാലും അയാളെന്തോന്നും സംസാരിക്കാത്തേ? നമ്മൾ ചോദിക്കുന്നതിനൊന്നും അയാൾ ഒരു മറുപടിയും പറയുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ആ ദൈവത്തിനറിയാം. എന്തായാലും ഇന്നും കൊണ്ടെല്ലാം അറിയാൻ പറ്റുമല്ലോ. ആ ശരിയാ, അവൻ ഈവനിങ് വിളിക്കാനല്ലേ പറഞ്ഞേ? ആ, അലക്സ് ആണല്ലോ. ഹലോ, എടാ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇനി നീ പറ, ഡീറ്റെയിൽസ് കിട്ടിയോ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി, പക്ഷെ അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് കാണാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എല്ലാം ഞാൻ നേരിട്ട് പറയാം. എന്നാൽ നാളെ റിവറിൻ്റെ സൈഡിൽ മീറ്റ് ചെയ്യാം. ആ ഓക്കെ, ബൈ. എന്താ ചേനി, എന്താ അവൻ പറഞ്ഞേ? നാളെ നേരിട്ട് കണ്ടിട്ട് പറയാമെന്ന് അവൻ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു റിവറിൻ്റെ സൈഡിൽ മീറ്റ് ചെയ്യാമെന്ന്. ഇതിലെന്തൊരു കുഴപ്പമുള്ളതുപോലെ ഫോണിലൂടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അവന് എന്താ കുഴപ്പം? അതെനിക്കും തോന്നി. എന്തായാലും നാളെ അറിയാലോ. എടാ, നീ ഒറ്റയ്ക്ക് പോണോ? ഞാനും കൂടി വരട്ടെ? എടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നീയും കൂടി വന്നാൽ പിന്നെ അയാൾ ആരും നോക്കൂ? അതും ശരിയാ, പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക്, അതെങ്ങനെയാ? നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ. ഇവനിത് എവിടെ പോയി? ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുക. ഹലോ ജെനി. നീ ഇതെവിടെ പോയി കിടക്കുക? ഞാൻ എത്ര നേരമായിട്ട് നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിക്കുക. എടി, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിറച്ചും ബ്ലോക്കാ. നീ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും, ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. ആ, വെയിറ്റ് ചെയ്യാം. ആവശ്യം ഉണ്ടായിപ്പോയില്ലേ? ഞാനത് ഫുഡ് കൊണ്ട് വന്നതാ. താൻ ഫുഡ് കഴിക്കുക. ഇയാളെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇയാളുടെ നോട്ടം അത്ര ശരിയല്ല. ജെനി ഇവിടെ
ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എത്രയും പെട്ടെന്ന് നല്ലത്. അങ്ങനെ അവൾ പോകാനായി പോകുമ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിക്കുന്നു.